സോ ഹായ് ഗൈസ്, ഈ ആമസോണിൻ്റെ സെയിലും ഫ്ലിപ്കാർട്ടിൻ്റെ സെയിലും നിങ്ങളൊരു ഫോൺ മേടിക്കുക ഉദ്ദേശിക്കുകയാണെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ ഞാൻ കുറച്ച് ഫോൺസ് റെക്കമെൻഡ് ചെയ്യുക ഫ്രം 10,000 to 50,000 ഉള്ള. ഇതെൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻസ് ആണ്. ഞാൻ നന്നായിട്ട് റീസെർച്ച് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണാം. പിന്നെ ഈ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോണിലൊക്കെ നിങ്ങൾ കാശ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു കാശും വേസ്റ്റായി പോകില്ല. അത്ര എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണാം. കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇതേ ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 10,000 IQ Z9X. ഇപ്പോൾ ഈ ഫോൺ നിങ്ങൾക്ക് ആമസോണിലാണ് കിട്ടുന്നത്. ബാങ്ക് ഓഫറൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഫോൺ 10,000 ഉള്ളിൽ കിട്ടും. പിന്നെ സ്പെസിഫിക്കേഷൻസ് നോക്കാന്ന് വെച്ചാൽ 6th Gen 1 പ്രോസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് എ വെരി ഡീസൻറ്റ് പ്രോസസ്സർ ഫോർ ദ പ്രൈസ്. പിന്നെ 50 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് കിട്ടുന്നത്. പിന്നെ 6.72 ഇഞ്ചിൻ്റെ LCD ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അപ്പോൾ അത്യാവശ്യം ഡീസൻ്റായ ഒരു ഫോണാണ് IQ Z9X. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഫോൺ മേടിക്കാം. ഇപ്പോൾ അടുത്ത ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 15,000. അപ്പോൾ എനിക്ക് ആയിക്കോട്ടെ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാനുള്ളതിൽ CMF ഫോൺ 1. ഈ ഫോൺ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ബാങ്ക് ഓഫറൊക്കെ വെക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 13,000 ഈ ഫോൺ കിട്ടും. ഫോർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 13,000 നിങ്ങൾക്ക് ഡീസൻ്റായ ഒരു ക്യാമറയാണ് കിട്ടുന്നത്, സൂപ്പർബ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്, ബാറ്ററി ലൈഫും നല്ലതാണ്, പിന്നെ പെർഫോമൻസും അത്യാവശ്യം ഡീസൻ്റാണ്. നിങ്ങൾക്ക് ഗെയിമിംഗ് ഒക്കെ നന്നായിട്ട് കളിക്കാൻ പറ്റും ഈ ഫോണിൽ ഫോർ ദ പ്രൈസ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഗെയിമിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും അത്യാവശ്യം ഡീസൻ്റായ ഗെയിമിംഗ് ഒക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓവറോൾ ഒരു നല്ലൊരു ഫോണാണ് CMF ഫോൺ 1 അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 15,000. നിങ്ങളൊരു 20,000 ഉള്ളിലൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ 3 ഫോൺ റെക്കമെൻഡ് ചെയ്യുക. ആദ്യത്തെ ഫോൺ നോക്കുകയാണെന്ന് വെച്ചാൽ IQ Z9, രണ്ടാമത്തെ ഫോൺ നോക്കുകയാണെന്ന് വെച്ചാൽ IQ Z9S. ഈ 2 ഫോണും നിങ്ങൾക്ക് ആമസോണിലാണ് കിട്ടുക. അവിടെ പോയിട്ട് ബാങ്ക് ഡിസ്കൗണ്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അണ്ടർ 20,000 ഈ ഫോൺ മേടിക്കാം. അതേമാതിരി ഫ്ലിപ്കാർട്ടിൽ പോകാന്ന് വെച്ചാൽ നത്തിങ് ഫോൺ 2A. നത്തിങ് ഫോൺ 2 അത്യാവശ്യം നല്ല ഡീസൻ്റായ ഫോണാണ്. അപ്പോൾ 20,000 ആണ് നിങ്ങളുടെ പ്രൈസ് റേഞ്ച് ഉണ്ടെങ്കിൽ ഇതിലത്തെ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ 25,000 ഉള്ള ഒരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ഫോൺ റെക്കമെൻഡ് ചെയ്യാം. വാല്യൂ ഫോർ മണി ആയ ഫോണാണ്, വിച്ച് ഈസ് Realme GT 60. അത് നിങ്ങൾക്ക് 25,000 ഉള്ളിൽ കിട്ടും. ഇത് ആമസോണിൽ പോയിട്ടാണ് മേടിക്കേണ്ടത്, ഫ്ലിപ്കാർട്ടിലല്ല. ഇപ്പോൾ ആമസോണിൽ പോയിട്ട് കൂപ്പൺ ഡിസ്കൗണ്ടും ഉണ്ട്, അതേമാതിരി ബാങ്കിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഈ 2 ഡിസ്കൗണ്ടും കൂടി ചേർത്ത് നോക്കുമ്പോൾ നമുക്ക് 25,000 ആയിട്ടും കുറവായിട്ട് കിട്ടും ഈ ഫോണ്. ഓക്കെ, അത്യാവശ്യം നല്ല ഡീസൻ്റായ പ്രൊസസ്സറാണ്, ഡീസൻ്റായ ക്യാമറയാണ്, ബാറ്ററി ലൈഫ് നല്ലതാണ്, പിന്നെ LTPO ഡിസ്പ്ലേ ആണ്. അപ്പോൾ 25,000 നോക്കുകയെന്ന് വെച്ചാൽ ഈ ഫോണാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അണ്ടർ 30,000 നിങ്ങൾക്കൊരു നല്ലൊരു ഫോൺ വേണമെങ്കിൽ ഞാനൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യുക, വിച്ച് ഈസ് Vivo T3 Ultra. ഇത് ഫ്ലിപ്കാർട്ടിലാവും കിട്ടുക. ഇത് ബാങ്ക് ഡിസ്കൗണ്ടൊക്കെ വെക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 30,000 ഉള്ളിൽ കിട്ടും ഈ ഫോണ്. പിന്നെ മെയിൻ ഹൈലൈറ്റ് നോക്കുകയെന്ന് വെച്ചാൽ നല്ല ക്യാമറയാണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ പ്രൊസസ്സറിന് നോക്കുകയെന്ന് വെച്ചാൽ MediaTekൻ്റെ Dimensity 9200+ പ്രോസസ്സറാണ് കിട്ടുന്നത്, വിച്ച് ഈസ് എ ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രൊസസ്സർ. പിന്നെ 5500 mAh ബാറ്ററി ഇട്ടുണ്ട്, പിന്നെ 80 വാട്ടിൻ്റെ ചാർജിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഡീസൻ്റായ ഫോണാണ്, ഓൾറൗണ്ടർ ഫോൺ എനിക്ക് പറയാം. ആയിക്കോട്ടെ ചെറിയൊരു കോൺ നോക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നല്ലൊരു ഫോണാണിത് അണ്ടർ ദ പ്രൈസ് റേഞ്ച് ഓഫ് 30,000. അപ്പോൾ 40,000 ഉള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ഫോൺ വേണമെങ്കിൽ ഞാൻ 2 ഫോൺ സജസ്റ്റ് ചെയ്യാം. ദ ഫസ്റ്റ് ഫോൺ ഈസ് സാംസങ് ഗാലക്സി S23. അതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഫോൺ നോക്കാന്ന് വെച്ചാൽ Pixel 8 നല്ല ഡീസൻ്റായ ഫോണാണ്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു ഫോൺ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ഇനിയിപ്പോൾ 50,000 ഉള്ളിൽ നിങ്ങളൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ 2 ഫോൺ റെക്കമെൻഡ് ചെയ്യുക, വിച്ച് ഈസ് IQ12 ആൻഡ് Xiaomi 14. IQ12 വേറെ ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യണത്, Xiaomi 14 വേറെ ഓഡിയൻസിനാണ് ടാർഗറ്റ് ചെയ്യണത്. അപ്പോൾ IQ12 നിങ്ങളൊരു ഗെയിമിങ്ങിന് വേണ്ടിയിട്ടൊരു നല്ലൊരു ഫോൺ മേടിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ IQ12ൻ്റെ കൂടെ പോവുക. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോമ്പാക്റ്റ് ആൻഡ് വേഴ്സറ്റൈൽ ക്യാമറ ഉള്ള ഫോൺ വേണമെങ്കിൽ Xiaomi 14ൻ്റെ കൂടെ പോവുക. ഓക്കെ, 2 ഫോണിൽ നമുക്ക് 8 Gen 3ൻ്റെ പ്രൊസസ്സറാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു ഫോണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മേടിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ചെറിയൊരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്